ഭയാനകവും എത്ര ഭയങ്കരവുമാണെന്ന് മനസ്സിലാക്കാനാണ്. മഹാനായ ഇബ്നു സമാക്ക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹാറൂൻ റഷീദ് രാജാവിന്റെ അടുക്കൽ പോകുന്നു. അബ്ബാസിയ കാലഘട്ടത്തിലെ രാജാവല്ലേ, വല്ലാത്ത ആഡംബരങ്ങളുള്ള അബ്ബാസിയ ഖിലാഫത്തിന്റെ വളരെ പ്രമുഖനായ രാജാവല്ലേ. ആ രാജാവിന്റെ അരികിൽ ചെന്നുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല രാജാവേ, നിങ്ങൾ ഇത്ര ആഡംബരങ്ങളിൽ ജീവിച്ചാൽ ഇതിന് നിങ്ങൾ നാളെ ആഖിറത്തിൽ ചെന്നാൽ കണക്ക് പറയണ്ടേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു സമാക്ക് റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. മഹാന്മാർ അങ്ങനെയല്ലേ, അവർക്ക് രാജാക്കന്മാരെന്ന ഭേദമില്ല, അവർക്ക് വലിയവരാണെന്ന ചിന്തയില്ല, അവർ റബ്ബിലേക്ക് എല്ലാം സമർപ്പിച്ചവരാണ്. മഹാനായ ഇബ്നു സമാക്ക് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, അല്ല രാജാവേ, ഒരു ദിവസമെങ്ങാലും നിങ്ങളുടെ കുടിവെള്ളമെങ്ങാലും ഇല്ലാണ്ടായി പോയാൽ, സുബ്ഹാനല്ലാഹ്, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ, അവസാനം വെള്ളമില്ലാതെ നിങ്ങളുടെ കൊട്ടാരം മുഴുവനും തേടിപ്പറിച്ചു നോക്കുമ്പോഴും നിങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാനില്ല. അങ്ങനെ അവസാനം നിങ്ങളുടെ സർവ്വസേനാധികളെയും സർവ്വപട്ടാളങ്ങളെയും നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് തിരയാൻ ഓടിക്കുന്നു. അങ്ങനെ ഓടിച്ച് അവസാനം എവിടെ നോക്കുമ്പോഴും ഒരു തുള്ളി വെള്ളമില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ദാഹിച്ചു വലഞ്ഞു, കലശമായ ദാഹം പിടിപെട്ടു, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ലഭിക്കാനില്ല. പട്ടാളക്കാർ നാടിന്റെ മുഴുവൻ മുക്കുമൂലകളും തേടിപ്പറഞ്ഞു നോക്കുമ്പോഴും വെള്ളം കിട്ടാനില്ല. അവസാനം ദാഹിച്ചു വലഞ്ഞുകൊണ്ട് നിങ്ങൾ മരിക്കാൻ കിടന്നാൽ, ദാഹം കൊണ്ട് മരിക്കാൻ കിടന്നാൽ ആ സമയത്തൊരു യുവാവ് കടന്നു വരുന്നു. അയാളുടെ കൈകളിലാണെങ്കിലോ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ആരാ പറയുന്ന? ഇബ്നു സമാക്ക് തങ്ങൾ പറയാണ്, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ആ വെള്ളം രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ഈ വെള്ളം രാജാവേ നിങ്ങൾക്കുള്ളതാണ്, പക്ഷേ നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പകുതി സാമ്രാജ്യം എന്റെ പേരിൽ എഴുതി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വെള്ളം വാങ്ങില്ലേ രാജാവേ എന്ന് ചോദിച്ചപ്പോ ഹാറൂൻ റഷീദ് രാജാവ് പേടിച്ചു പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ബലാ, അതെ, ഞാൻ ആ ഗ്ലാസ് വെള്ളത്തിനു വേണ്ടി എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി ഞാൻ ആ ചെറുപ്പക്കാരന് കൊടുത്തു പോകും. വീണ്ടും നിർത്തുന്നില്ല മഹാനായ ഇബ്നു സമാക്ക് തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ എത്ര വെള്ളം കുടിച്ചാലും നിങ്ങളുടെ മൂത്രം പുറത്തു പോകുന്നില്ല. അങ്ങനെയൊരു അവസ്ഥ വന്നാലോ, എത്ര വെള്ളം കുടിച്ചാലും മൂത്രം പുറത്തു പോകുന്നില്ല, എത്ര മരുന്ന് കുടിച്ചാലും മൂത്രം പുറത്തു പോകുന്നില്ല, വല്ലാതെ മൂത്രം മുട്ടുന്നു, പക്ഷേ പുറത്തു പോകുന്ന സംവിധാനമില്ല. ഇങ്ങനെയായ സമയത്തിൽ എല്ലാ മരുന്നുകളും നിങ്ങൾ എല്ലാം പരീക്ഷിച്ചു നോക്കി, പക്ഷേ ഒരു മരുന്നുകൊണ്ടും ഉപകാരം കിട്ടുന്നില്ല. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അവന്റെ കൈകളിൽ നല്ല ഗുളികയുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ഈ ഗുളിക തന്നാൽ, ഈ ഗുളിക നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ മൂത്രം പോകും. പക്ഷേ ഈ ഗുളിക നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങളുടെ സാമ്രാജ്യം മുഴുവനും എനിക്ക് തരണം എന്നു പറഞ്ഞാൽ നിങ്ങൾ ആ ഗുളിക വാങ്ങില്ല രാജാവേ. രാജാവ് പറയുന്നു, ബലാ, എന്റെ സാമ്രാജ്യം മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ ശരീരത്തിന്റെ നജസ് പോക്കാൻ ഞാൻ ആ ഗുളിക വാങ്ങും കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ നന്ദിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വെറും ഒരു നേരത്തെ കുടിവെള്ളത്തിന്റെ നന്ദിയാണ്, എത്ര കൊടുത്താലും തീരൂല. ആ റബ്ബ് നമുക്ക് ഫ്രീ ആയി ഡെയിലി തരുന്നു. പക്ഷേ നിസ്സാരമായ വിലക്ക് നമുക്കത് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ആ റബ്ബിനെ ഓർമ്മ വരുന്നില്ല. നിസ്സാരമായി സർവേ സാമാന്യമായി നമുക്കത് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കതിന്റെ വില മനസ്സിലാകുന്നില്ല. ഹാറൂൻ റഷീദ് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, എത്ര കൊടുത്താലും ആ റബ്ബിന്റെ നിഅമത്തുകൾക്ക് നന്ദി പറയാൻ സാധ്യമല്ല. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അത്രയും നിഅമത്തുകൾ തരുന്ന, നമുക്ക് നല്ല ഉറക്ക് തരുന്ന, അതിൽ നിന്ന് നല്ല ഉണർവി തരുന്ന, സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാരാണ് ഉറങ്ങുന്നു പക്ഷേ എഴുന്നേൽക്കുന്നില്ല. ഈ അടുത്ത് എന്റെ നാട്ടിൽ വെച്ച് വലിയ പ്രവർത്തകനായ സൈനാർ ച്ച എന്ന് പറയുന്ന വ്യക്തി വെള്ളിയാഴ്ച രാത്രിയിൽ സ്വലാത്ത് മജ്ലിസിനും പോയി. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങിയതാണ്, രാവിലെ എഴുന്നേൽക്കുന്നില്ല. നമ്മുടെ നാട് തന്നെ അത്ഭുതപ്പെട്ടു പോയ സംഭവമാണ് സഹോദരങ്ങളെ. പക്ഷേ നാം ഉറങ്ങുന്നു, അതേ രൂപത്തിൽ നല്ല രീതിയിൽ ഉണർവിയും നമുക്ക് ലഭിക്കുന്നു. ഈ അടുത്ത് ഇന്നലെയോ നടന്നൊരു മരണം നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽപ്പെട്ട പുരുഷങ്കോടിയിലുള്ള ഹനീഫ് ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള യുവാവായിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള മരണമാണ്. നല്ല രീതിയിൽ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടുള്ള മരണമാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ അബൂഹാജി, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചത്. നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. ആ വീട്ടിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മൊബൈല് നോക്കിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ സമയത്ത് മദനീനഗർ കുത്താറിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആക്സിഡന്റുകൾ എത്രയാണ്, അപകട മരണങ്ങൾ എത്രയാണ്. പക്ഷേ നാം സഞ്ചരിക്കുന്നത് വാഹനങ്ങളിലാണ്. പക്ഷേ നമ്മളെ റബ്ബ് കാക്കുന്നുണ്ട്, റബ്ബിന്റെ കാവല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, നമുക്ക് മക്കളെ തരുന്ന റബ്ബ്, നമുക്ക് ആരോഗ്യം തരുന്ന റബ്ബ്. ആ റബ്ബ് ചോദിക്കാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങളെ വെറുതെയാണ് പടച്ചയച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പിന്നെന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഞാൻ പടച്ചയച്ചത്? അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാനൊരു മനുഷ്യനെയും പടച്ചിട്ടില്ല, ഞാനൊരു ജിന്നിനെയും പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എന്നെ സ്മരിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടിയല്ലാതെ ഞാനൊരു ജിന്നിനെയോ ഞാനൊരു മനുഷ്യനെയോ പടച്ചിട്ടില്ല. ആകയാൽ മനുഷ്യരായ നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം തന്നെ ആ റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. ആ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് പരലോകമാകുന്ന ജീവിതത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുങ്ങാനുള്ള ജീവിതം മാത്രമാണ് ഈ ഭൂമി ലോകം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ലക്ഷ്യമാകുന്ന ആ ലക്ഷ്യം തന്നെ നമ്മൾ മറന്നു പോകുന്നു. അല്ലാഹു തആല എന്തു പടച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പടച്ചത് റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയാണ്.
അല്ലാഹു തആലയെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു തആല മനുഷ്യനെ പടച്ചത്, ജിന്നിനെ പടച്ചത്, സർവ്വചരാചരങ്ങളെയും പടച്ചത് ആ റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം അറിയില്ലേ? എന്താണ് മഹാനവറുകൾ നടത്തിയത്? ബൈനമാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ജാലിസുൻ ഫീ സൗമഅതിഹി. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു റൂമിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഇദ് റആ ദൂദതൻ ഹംറാ ഫി തുറാബ്, മണ്ണിൽ ഒരു പുഴുവിനെ കാണുകയാണ്. ആ റൂമിന്റെ അരികിലുള്ള ഒരു മണ്ണിന്റെ അടുത്തൊരു ചെറിയ പുഴുവിനെ കാണുകയാണ്. ചെറിയ പുഴുവാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു പോയി, മാ അറാദല്ലാഹു മിൻ ഹാദിഹി ദൂദാ, ഇത്ര ചെറിയ പുഴു കൊണ്ട് റബ്ബ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു എന്തിനാണ് ഈ പുഴുവിനെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്? എന്തിനു വേണ്ടിയാണ് റബ്ബ് ഇത് ചെയ്തു പോയതെന്ന് ചിന്തിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണെങ്കിലോ ആ പുഴുവങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ചെറിയ പുഴുവങ്ങ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിക്കുകയാണ്. യാ നബിയല്ലാഹ്, ഓ ദാവൂദ് നബി അവർകളെ, നിങ്ങൾ എന്നൊരു നിരർത്ഥകമായി ചിന്തിച്ചു പോയല്ലേ, ഞാനൊരു വേസ്റ്റായി നിങ്ങൾ കണക്കാക്കിയല്ലേ? പക്ഷേ എന്റെ ജീവിതം എങ്ങനെയാണെന്നറിയോ? അമ്മാനഹാരി വലയാലി, എന്റെ പകലുകളും എന്റെ രാത്രികളും, എന്റെ പകലുകളും രാത്രികളും മുഴുവനും സുബ്ഹാനല്ലാഹ് ഫഅൽഹമനി റബ്ബി അൻ അഖൂല കുല്ല യൗം, എല്ലാ ദിനരാത്രങ്ങളിലും എന്നോട് പറയാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയുണ്ട്. എന്താണ് ഞാൻ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അൽഫ മറ. എല്ലാ ദിനരാത്രങ്ങളിലും 1000 തവണ എനിക്ക് ഈ ദിക്റുകൾ ചൊല്ലാനുണ്ട്. എന്റെ റബ്ബ് എന്നെ കൽപ്പിച്ചിട്ടുണ്ട്, ഓരോ സമയങ്ങളിലും നീ നിന്റെ റബ്ബിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ആ റബ്ബിനെ സ്മരിക്കാൻ കൽപ്പനയുള്ള പുഴുവാണു ഞാൻ. അതുകൊണ്ട് എന്നെ നിരർത്ഥകമായി കരുതേണ്ടതില്ല. സഹോദരങ്ങളെ, മനുഷ്യനെ കുറിച്ചല്ല ചർച്ച. ചെറിയ പുഴുവിനെ പോലും റബ്ബിവിടെ സംവിധാനിച്ചത് ആ റബ്ബിനെ സ്മരിക്കാനാണ്, ആ റബ്ബിനെ ഓർത്തു വെക്കാനാണ്, ആ റബ്ബിനെ എല്ലാ സമയത്തും ഓർത്തുകൊണ്ടിരിക്കാനാണ്. പക്ഷേ നമ്മുടെ ഓർമ്മ എവിടെയാണ്? നാം എത്രയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? പക്ഷേ നമുക്ക് ദുനിയാവിനെ മാത്രമാണ് ചിന്തയുള്ളത്. നിങ്ങൾ തന്നെ നോക്കൂ, ദുനിയാവിന്റെ ഓട്ടങ്ങൾക്കല്ലേ നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്, നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദുനിയാവിന്റെ ജീവിതം നന്നാകണം, നമ്മുടെ ദുനിയവീകമായ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. ഭൗതികമായ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭക്ഷണം തന്ന റബ്ബ്, ആ റബ്ബ് നാളെ പരലോകത്തിലെത്തിയാൽ അവിടെ എന്റെ ദുനിയാവൊന്നും എന്റെ കയ്യിലുണ്ടാവില്ല. അവിടേക്ക് ഞാൻ എന്തോ ഉണ്ടാക്കി വെച്ചുവെന്ന ചിന്ത നമുക്കുണ്ടോ? നമുക്കറിയാം, ഈ ദുനിയാവിന് റബ്ബ് ഒരു അല്പം പോലും വില കൽപ്പിച്ചിട്ടില്ല. നാം ഇത്ര സുന്ദരമായി പടുത്തുയർത്തുന്ന നമ്മുടെ ഭവനങ്ങൾ, ഇത്ര സുന്ദരമായി നാം പടുത്തുയർത്തുന്ന നമ്മുടെ സംരംഭങ്ങൾ, ഇതൊന്നും ഒരു വില പോലും ഇല്ലാത്ത സാധനമല്ലേ? അതുകൊണ്ടല്ലേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള സർവ്വ അമ്പിയാക്കൾക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. നബി തങ്ങളുടെ കഥ എടുത്തു നോക്കിയാൽ വല്ലാത്ത സംഭവമല്ലേ നബി തങ്ങളുടെ ജീവിതം. സുബ്ഹാനല്ലാഹ്, അവർ ജീവിച്ചത് ആഖിറത്തിന് വേണ്ടിയാണ്. കാരണം ദുനിയാവിനോടൊരൽപ്പം പോലും ആഗ്രഹമില്ല, ഒരൽപ്പം പോലും ആഗ്രഹമില്ലാത്ത നബിയായിരുന്നു. മഹാനായ ഇമാമുൽ ബൂസീരി തങ്ങൾ പറഞ്ഞില്ലേ, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الهجارة كاشحا مترف الندم مولاي صل وسلم بك خير الخلق كلهم. സുബ്ഹാനല്ലാഹ്, വിശന്നു 2 ദിവസങ്ങളോളം 3 ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നു. വയറ്റിലേക്ക് വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറ, കല്ലുകൾ കെട്ടിപ്പിടിപ്പിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല. വിശന്നുകൊണ്ടതാ വയറുവേദന എടുക്കുകയാണ്. കല്ലങ്ങ് കെട്ടിവെക്കുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് എത്തുമ്പോ ആ കല്ലങ്ങ് ഊരി വെച്ചതാ വയറിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ചോദിക്കുന്നു, അല്ല നബിയേ, നിങ്ങൾ ചോദിച്ചാൽ കിട്ടാത്ത സാമ്രാജ്യമുണ്ടോ? പിന്നെന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി, ഈ ദുനിയാവിനൊരൽപ്പം പോലും വില റബ്ബ് കൊടുത്തിട്ടില്ല. അല്ലാതെ നബി തങ്ങൾ ദരിദ്രനായിരുന്നു എന്ന് നാം ചിന്തിച്ചു പോകരുത്. നബി തങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഗതികെട്ട ആളായിരുന്നു എന്ന് ചിന്തിച്ചു പോകരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ചോദിച്ചാലും ലഭിക്കുമായിരുന്നു. മഹാനായ ഇമാമുൽ ബൂസീരി തങ്ങൾ ഈ വരി കഴിഞ്ഞാൽ അടുത്ത വരിയിൽ പറയുന്നത് കാണാം, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി عن نفسه فأراها أيما شممي مولاي صل وسلم حبيبك خير الخلق كلهم. سبحان الله. طائഫിനടുത്തുള്ള ജബൽ അബി ഖുബൈസ്, ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, ജബൽ അബി ഖുബൈസിനെ പോലെയുള്ള വലിയ വലിയ പർവ്വതങ്ങൾ, 5 പർവ്വതങ്ങൾ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ പൊന്നായി വരട്ടെ നബിയെ? വലിയ വലിയ പർവ്വതങ്ങളാണ് നബിയെ, അങ്ങേക്ക് നാം പൊന്നായി വരട്ടെ നബിയെ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറയുന്നു, അയ്യമാ ശമമി, ഒരിക്കലും എനിക്ക് ആവശ്യമില്ല. ദുനിയാവിന്റെ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. നാളെ പരലോകത്തിന്റെ കൊട്ടാരത്തിന്റെ രാജാവേണ്ട ആളാണ്. അങ്ങനെയുള്ള ആൾക്ക് എന്തിനാണ് ഈ നാറിയ ദുനിയാവ്, ഒരു വില പോലും ഇല്ലാത്ത ദുനിയാവ്? ഹാറൂൻ റഷീദ് പറഞ്ഞത് കേട്ടില്ലേ, ഒരു നേരത്തെ മൂത്രം പോകാൻ വരെ എന്റെ സാമ്രാജ്യത്തെ ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ദുനിയാവിനത്രേ വിലയുള്ളോ? പക്ഷേ നാം എല്ലാവരും ദുനിയാവിന്റെ പിന്നിലാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഓരോരോ സമയത്തും നമ്മുടെ സംസാരങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് സംസാരിക്കാനുള്ളത് ദുനിയാവിനെ കുറിച്ചാണ്. നമുക്ക് സംസാരിക്കാനുള്ളത് തമാശയാണ്. നമുക്ക് സംസാരിക്കാനുള്ളത് വെറുതെയുള്ള വിഷയങ്ങളാണ്. പക്ഷേ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ, ആ റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, ബൽഖാം പട്ടണത്തിലെ രാജാവായിരുന്നു. സുബ്ഹാനല്ലാഹ്, 18 രാജ്യങ്ങളോളം വരുന്ന ബൽഖാമിന്റെ രാജാവ് ഒരു ദിവസം പട്ടാളം മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ വേണ്ടി കാട്ടിലേക്ക് കയറിപോയ കഥ നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു സ്ഥലത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരു വ്യക്തി അങ്ങ് കടന്നു വരുന്നു.
സുബ്ഹാനല്ലാഹ് യുഹദ്ദിഥു ബിശൈഇൻ മിൻ കലാമിദ് ദുനിയാ. ഒരു വ്യക്തി കടന്നു വരികയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ദുനിയാവിന്റെ സംസാരിക്കാൻ തുടങ്ങി. നാം പരസ്പരം സംസാരിക്കുന്നത് പോലെ അവരും ദുനിയാവിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, അഹാദാ കലാമുൻ തർജു ഫീഹി സവാബാ. നീ കുറെ നേരമായില്ലേ സംസാരിക്കാൻ തുടങ്ങി, കുറെ നേരമായില്ലേ? പക്ഷേ ഈ സംസാരം കൊണ്ട് നീ റബ്ബിന്റെ അടുക്കൽ ഒരൽപ്പം കൂലിയെ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഈ ഭൂമി ലോകത്തെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നിനക്ക് റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടാൻ പോകുന്നുണ്ടോ? നീ ഈ സംസാരിക്കുന്ന ദുനിയാവിന്റെ സംസാരം കൊണ്ട് നിനക്ക് എന്തെങ്കിലും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ വ്യക്തി പറയാനില്ല, എനിക്ക് ഈ സംസാരം കൊണ്ട് എന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു കൂലിയും ലഭിക്കുന്നില്ല, ഒരു പ്രതിഫലവും ലഭിക്കാനില്ല. വീണ്ടും ചോദിക്കാൻ, അഫതഅ്മനു ഫീഹി മിൻ ഇഖാബില്ലാഹ്. ഈ സംസാരം കൊണ്ട് നിനക്ക് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ഇളവ് കിട്ടുമോ? നീ ദുനിയാവിനെ കുറിച്ച് ഇങ്ങനെ ബീമ്പിളക്കിയത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒന്ന് നിന്റെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്നൊരൽപ്പം ഇളവ് ലഭിക്കുമോ? സുബ്ഹാനല്ലാഹ്, ആ വ്യക്തി പറയാനില്ല, എന്റെ ഈ സംസാരം കൊണ്ട് എനിക്ക് ദുനിയാവിന്റെ ഈ സംസാരം കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ഒരു പ്രതിഫലവും ലഭിക്കാനില്ല, ആഖിറത്തിൽ ഒരു ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടാനുമില്ല. പിന്നെന്തിനാണ് ഈ സംസാരിക്കുന്നത്? മഹാനവറുകൾ പറയാണ്, ഫമാ തസ്നഉ ബികലാമി ലാ തർജു ഫീഹി സവാബാ വലാ തഅ്മനു ഫീഹി ഇഖാബാ. റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാത്ത, റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാത്ത, റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാത്ത, റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് ഇളവ് ലഭിക്കാത്ത ഈ ദുനിയാവിന്റെ നശ്വരമായ ചിന്തകളിൽ നീ എന്തിനാണ് സംസാരിക്കുന്നത് മനുഷ്യ? ഈ ദുനിയാവിൽ സംസാരിക്കുന്ന സംസാരം കൊണ്ട് നമുക്ക് നാളെ ആഖിറത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകണ്ടേ? നീ എന്തിനാണ് ഈ പാഴായി പോകുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നത്? അതുകൊണ്ട് അലൈക ബിദിക്രില്ലാഹ്, നീ റബ്ബിന്റെ ദിക്റുകൾ ദായിമയാക്കുന്നവരാകണം, അല്ലാഹുവിനിക്കുള്ള സ്മരണകൾ അധികരിപ്പിക്കുന്നവനാകണം, ധാരാളം ദിക്റുകൾ ചൊല്ലുന്നവനാകണം, റബ്ബിനെ സ്മരിക്കുന്നവനാകണേ. മഹാന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവരുടെ ജീവിതം എങ്ങനെയാണ്? അവർ ദുനിയാവിന്റെ ഹലാലായ സംസാരം വരെ സംസാരിക്കൂല. പാഴായി പോകുന്ന ഒരു വാക്കുകളും അവരുടെ നാവിൽ നിന്ന് പുറത്തു വരൂല. അവർ എപ്പോഴും റബ്ബിന്റെ ദിക്റിലാണ്, അവർ എപ്പോഴും റബ്ബിന്റെ സ്മരണയിലാണ്. സുബ്ഹാന ജല്ല ജലാലു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് റബ്ബിന്റെ സ്മരണ? എവിടെയാണ് റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിക്കല്? എവിടെയാണ് നാം റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്മരണയുടെ അവസ്ഥ നാം തന്നെ ചിന്തിച്ചു നോക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ വിചാരണം ചെയ്യപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സ്വന്തമായൊന്ന് വിചാരണ ചെയ്യണേ, നിങ്ങളെ സ്വന്തമായൊന്ന് വിചാരണ നടത്തണേ. സുബ്ഹാനല്ലാഹ്, നീ തന്നെ ഒന്ന് പരീക്ഷ നടത്തണേ. എന്റെ അവസ്ഥ എന്താണെന്ന് നീ തന്നെ ചിന്തിക്കണേ. നാം എല്ലാവരും കാണുന്നില്ലേ, നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ പോകുന്നു. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകുമാറാകട്ടെ, നല്ല സമന്വിത വിദ്യാഭ്യാസം റബ്ബ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ധാരാളം എക്സാമുകൾ എഴുതുന്നവരാണ് നാം. പക്ഷേ ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി അതിനു മുമ്പായി ധാരാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഉണ്ടാക്കുന്നു. ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ എടുത്തുകൊണ്ട് അതിനെ എഴുതാൻ പറ്റുന്നോ എന്നവൻ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. അത്രമല്ല, ആ വിദ്യാർത്ഥിയുടെ അധ്യാപക വൃന്ദം ആ വിദ്യാർത്ഥി എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് പരീക്ഷ നടത്തി നോക്കുന്നുണ്ട്. അതുപോലെ നാളെ ആഖിറമാകുന്ന ലോകത്ത് നിങ്ങളെയും വിചാരണം ചെയ്യാനില്ലേ? നിങ്ങളെയും ഒന്ന് ഹിസാബ് നടത്താനില്ലേ? ഓരോരോ സെക്കൻഡുകളുടെയും കഥ പറഞ്ഞു കൊടുക്കേണ്ട ആഖിറം, ഓരോരോ പൈസയുടെയും കണക്ക് പറയേണ്ട ആഖിറം, ഓരോരോ സമയത്തിന്റെ കണക്ക് പറയേണ്ട പരലോകം. ആ ലോകത്ത് നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി നീ സ്വന്തമായൊന്ന് വിചാരണ നടത്തണേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര എൻ്റെ റബ്ബിനെ സ്മരിച്ചിട്ടുണ്ട്, ഞാൻ എത്രയിടത്ത് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. റബ്ബ് പറഞ്ഞ ലക്ഷ്യമാകുന്ന റബ്ബിന്റെ സ്മരണ, ആ സ്മരണ ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സ്വന്തമായി വിചാരണ നടത്തണേ. ഞാൻ എത്ര സ്മരണകൾ നടത്തിയിട്ടുണ്ട്, ഞാൻ എത്ര സ്മരണകളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോക്കിയത്, ഞാൻ എത്ര ദിക്റുകളാണ് എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെയ്തത്, ഞാൻ എത്ര ദിക്റുകളാണ് എൻ്റെ റബ്ബിന് വേണ്ടി ചൊല്ലിയത്. സുബ്ഹാനല്ലാഹ്, നാം നമ്മെ വിലയിരുത്തി നോക്കിയാൽ, നാം എത്ര ചൊല്ലിയെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരംശത്തിൽ റബ്ബിനെ കുറിച്ച് നാം ഓർക്കുന്നുണ്ടോ? ഈ റബ്ബിനെ കുറിച്ച് ഓർക്കലുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമാണ്. റബ്ബിന്റെ സ്മരണ ആർക്കാണോ ഉള്ളത് അവൻ വല്ലാത്ത വിജയത്തിലാണ്. മഹാനായ അബുൽ ലൈഥുസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്റെ ജീവിതത്തിലുള്ള 7 ഘട്ടങ്ങളിൽ നീ റബ്ബിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നീ നാളെ ആഖിറത്തിലെത്തുന്ന വിജയികളിൽ പെട്ടവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതു ഘട്ടം വന്നാലും നാം റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? നമുക്കൊരു നിഅമത്ത് ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്, എനിക്ക് വേണ്ടത് എൻ്റെ റബ്ബ് തന്നല്ലോ. നാം ഒരു പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ റബ്ബ് അകറ്റി തന്നല്ലോ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ റബ്ബ് തരുന്നുണ്ടല്ലോ എന്ന് റബ്ബിനെ ഓർത്തുകൊണ്ടുള്ളൊരു നിമിഷമെങ്കിലും നമുക്കുണ്ടാവണ്ടേ. അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവന് ഒരു ടെൻഷനും വരാനില്ല, ഒരു ബേജാറും വരാനില്ല. അവന്റെ ഹൃദയം എപ്പോഴും ശാന്തമാണ്, സന്തോഷമുള്ള ഹൃദയമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ് നിന്റെ ഹൃദയം ശാന്തമാവുക. നിന്റെ ഹൃദയം ശാന്തമാകുന്നത് ടെൻഷനുകളില്ലാത്ത ഹൃദയം വേണോ? ബേജാറില്ലാത്ത ഹൃദയം വേണോ? ടെൻഷനില്ലാത്ത ജീവിതം വേണോ? പ്രയാസം അനുഭവപ്പെടാത്ത ചിന്തകൾ വേണോ? നല്ല സമാധാനമുള്ള ഉറക്കം വേണോ? നല്ല റാഹത്തുള്ള ജീവിതം വേണോ? നിന്റെ റബ്ബിന്റെ ഓർമ്മ നിന്നെ എപ്പോഴും നിന്റെ അടുക്കൽ തന്നെ ഉണ്ടാകണം. നീ എപ്പോഴും നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടേ വേണം. അപ്പോഴാണ് നിന്റെ ഹൃദയം ശാന്തമാവുക, അപ്പോഴാണ് നിന്റെ ഹൃദയം ഭവ്യമാവുക എന്ന് കരഞ്ഞുകൊണ്ട് വിചാരിക്കുന്നവരാകണം. പക്ഷേ ആ ചെറുപ്പക്കാരൻ തിരിച്ചെങ്ങനെ വിചാരിക്കണം? ഞാൻ നാളെ ആഖിറത്തിലെത്തിയാൽ ആ റബ്ബിന്റെ മുമ്പിൽ പറയാൻ എനിക്കൊരു കൊല്ലത്തെ നിസ്കാരമല്ലേ ഉള്ളത്, ഒരു കൊല്ലത്തെ നോമ്പുകളല്ലേ എനിക്കുള്ളത്. പക്ഷേ ആ
ആ ഉപ്പ നാളെ ആഖിറത്തിലെത്തിയാൽ 70 കൊല്ലത്തോളം പിടിച്ച നോൻപുകളുണ്ടല്ലോ, 70 കൊല്ലത്തോളം പിടിച്ച നിസ്കാരങ്ങളുണ്ടല്ലോ, അവർ ചൊല്ലിയ ദിക്റുകളുണ്ടല്ലോ, അവരുടെ സദഖകളുണ്ടല്ലോ, അതവരെ രക്ഷപ്പെടുത്തുമല്ലോ. ഞാനായിരിക്കും പരാജയപ്പെട്ടവനെന്ന ചിന്ത വേണം. പക്ഷേ ഒരു മൊയിലാറ്, ഒരു സാധാരണക്കാരനെ കണ്ടാൽ വിചാരിക്കണം, അല്ലാ, ഈ വ്യക്തി തെറ്റു ചെയ്താൽ അവൻ അറിയാത്തത് കൊണ്ട് തെറ്റു ചെയ്തതല്ലേ, അറിവില്ലാത്തത് കൊണ്ട് തെറ്റു ചെയ്തത് കൊണ്ട് നീ അവനെ രക്ഷപ്പെടുത്തിയാലോ. പക്ഷേ ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ ശിക്ഷയെക്കുറിച്ചും നിന്റെ പ്രതിഫലത്തെക്കുറിച്ചും അത് പറഞ്ഞു കൊടുത്തവനാണ് ഞാൻ. ആ അറിഞ്ഞ ഞാൻ ചെയ്ത തെറ്റ് നീ എത്ര ഭയാനകമായ ശിക്ഷ തരുന്നുണ്ടാകും എന്ന് ചിന്തിക്കുന്നവനാകണം. പക്ഷേ സാധാരണക്കാരൻ തിരിച്ചു എങ്ങനെ ചിന്തിക്കണം? അല്ലാ, ആ ഉസ്താദ് നാളെ ആഖിറത്തിലെത്തിയാൽ നിന്റെ നൂറാകുന്ന ഇൽമു പഠിച്ച കാരണം കൊണ്ട്, നിന്റെ അറിവിനെ പഠിച്ച കാരണം കൊണ്ട് നീ നാളെ സ്വർഗം കൊടുത്താലോ. പക്ഷേ എനിക്ക് ആ ഇൽമു പോലും ഇല്ലല്ലോ, ആ അറിവ് പോലും ഇല്ലല്ലോ എന്ന ചിന്തയുള്ളവരാകണം നാം. കാരണം ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റൂല. വാള് പറയുന്ന എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റൂല. ആഖിറമാകുന്ന ലോകത്തെത്തിയാൽ ഓരോരു സെക്കൻഡിനും കണക്ക് പറയേണ്ട ലോകം. ആ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാകണേ മുഅ്മിനീങ്ങളെ. ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത തെമ്മാടിയായിരുന്നു, വല്ലാത്ത റൗഡിയായിരുന്നു, വല്ലാത്ത വഴികൊള്ളക്കാരനായിരുന്നു. പക്ഷേ ആ ഫുളൈൽ കവർച്ച നടത്താൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോ ആ വീട്ടിൽ നിന്നൊരു ഖുർആൻ ഓത്തു കേൾക്കുകയാണ്. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അലം യഅ്നിലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, അലം യഅ്നിലില്ലദീന ആമനൂ, നിങ്ങൾക്കിനിയും സമയമായിട്ടില്ലേ? സൃഷ്ടാവായ റബ്ബ് അടിമകളോട് ചോദിക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിനിയും സമയമായിട്ടില്ലേ? ഇത്രയെല്ലാം കണ്ടിട്ടും സുബ്ഹാനല്ലാഹ്, ഇന്നലെ കൂടെ ഇരുന്നിരുന്ന ചങ്ങാതി ഇന്ന് മരണപ്പെട്ടുപോയി. കഴിഞ്ഞ റമളാനിൽ നോൻപ് പിടിച്ചവർ അടുത്ത റമളാനാകുമ്പോ ഖബറിലാണ്. എന്റെ കൂടെ ചിരിച്ചു കളിച്ചിരുന്നവൻ ഇന്ന് ഖബറിലാണ്. എന്റെ വീട്ടിലുള്ളവൻ ഇന്ന് ഖബറിലാണ്. ഇന്നലെ എന്നോട് സംസാരിച്ചവൻ ഇന്ന് ഖബറിലാണ്. ഇത്രത്തോളം ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്കിനിയും സമയമായിട്ടില്ലേ? ഓ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അവിടെ ആയത്തിൽ റബ്ബ് ചോദിക്കാൻ, അലം യഅ്നില്ലദീന ആമനൂ, നിനക്കിനിയും സമയമായിട്ടില്ലേ? ഞാൻ നീട്ടുന്നില്ല, നിനക്കിനിയും സമയമായിട്ടില്ലേ മുഅ്മിനേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ ഇനിയും നിനക്ക് സമയമായിട്ടില്ലേ? 70 60 കൊല്ലമായില്ലേ? ഇത്ര വർഷം കഴിഞ്ഞിട്ടും നിനക്ക് നിന്റെ റബ്ബിനെ ഓർത്തു പേടിക്കാൻ, ആ റബ്ബിന്റെ ശിക്ഷയെ ഓർക്കാൻ, ആ റബ്ബിന്റെ പ്രതിഫലത്തെ ഓർക്കാൻ, ആ റബ്ബിന്റെ ഓർമ്മകളിലായി ജീവിതം നയിക്കാൻ നിനക്കെനിയും സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? എത്ര ഗൗരവമുള്ള ചോദ്യമാണ്. ചോദിക്കുന്നത് ആരാണ്? നമ്മുടെ ചങ്ങാതിയല്ല, നമ്മുടെ ഉപ്പയല്ല, നമ്മുടെ ഉമ്മയല്ല, നമുക്കെല്ലാം തരുന്ന റബ്ബ്, എന്റെ ഈ ശരീരം എനിക്ക് തന്ന റബ്ബ്, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ശേഷി തന്ന റബ്ബ്, നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവ് തന്ന റബ്ബ്, നിങ്ങൾക്ക് എന്റെ സംസാരം കേൾക്കാനുള്ള ശ്രവണ ശക്തി തന്ന റബ്ബ്, എന്റെ ശരീരം മുഴുവൻ നോക്കിയാലും എന്റേതായി പറയാൻ എനിക്കൊന്നുമില്ല.
ആ റബ്ബ് തന്നതല്ലാതെ ഒരു സാധനം പോലും നമുക്കില്ല. ആ റബ്ബിന്റെ ഭൂമി ലോകത്ത് ഈ ഭൂമി നമ്മളെ എപ്പം വിഴുങ്ങിക്കളയുമെന്ന് പറയാൻ പറ്റുമോ? ആ റബ്ബ് നമുക്കെല്ലാം തന്നിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഇനിയും എന്നെ ഓർക്കാൻ സമയമായിട്ടില്ലേ? ഈ ചോദ്യം കേട്ടാൽ ആരാണ് പേടിച്ചു പോകാത്തത്? ഈ ചോദ്യമൊന്നു കേട്ടാൽ ആർക്കാണ് പേടി വരാത്തത്? സുബ്ഹാനല്ലാഹ്. നാടിനെ തന്നെ വിറപ്പിച്ചിരുന്ന ഫുളൈൽ എന്ന ചെറുപ്പക്കാരൻ വല്ലാതെ പേടിച്ചു വിറച്ചുപോയി. ആ മതിലിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി. എനിക്ക് എന്റെ റബ്ബ് ഇത്ര ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഈ ആരോഗ്യം കൊണ്ട് ഞാൻ എത്രയാണ് എന്റെ റബ്ബിന് ശുക്ർ ചെയ്തത്? ഞാൻ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? ഞാൻ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? അതല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടങ്ങ് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ഫുളൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ബലാ യാ റബ്ബി അൽ ആൻ, ബലാ യാ റബ്ബി ഖദ് ആൻ. റബ്ബേ, സമയമായിട്ടുണ്ട്. എനിക്ക് ചിന്ത വന്നുപോയി. എന്റെ റബ്ബിനെ ഓർക്കാനുള്ള സമയം എനിക്കായിപ്പോയി. അതുകൊണ്ട് റബ്ബേ, എനിക്ക് പുറത്തു തരണേ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എനിക്ക് മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ജീവിതം മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. വഴി കണ്ടിരുന്ന കൊള്ളക്കാരനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു പിന്നീട് വലിയ സാഹിദാവുകയാണ്. വലിയ വലിയ മഹാന്മാർക്ക് അതാ കിതാബ് ചൊല്ലിക്കൊടുക്കുകയാണ്. വലിയ വലിയ മഹാന്മാരുടെ ഉസ്താദാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫസാറ മിനൽ ഉബ്ബാദി സുഹാദി വഅയിമ്മത്തിൽ ഹുദാ. പിന്നീട് ഫുളൈൽ റളിയല്ലാഹു അൻഹു ലോകത്തിലെ തന്നെ വലിയ ഇബാദത്തുകാരനാകുന്നുണ്ട്, വലിയ സാഹിദാകുന്നുണ്ട്, ദുനിയാവിനെ വെടിഞ്ഞു ജീവിക്കുന്നുണ്ട്. അത്രയും മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ഞാൻ വളരെ തെറ്റു ചെയ്തവനാണല്ലോ, ഞാൻ വളരെ ഹറാമുകൾ ചെയ്തവനാണല്ലോ. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹി മിനൽ ഫുളൈൽ ഇബ്നു ഇയാദ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ റബ്ബിനെ പേടിച്ചു ജീവിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന ആള് നമ്മളെ പോലെ സാധാരണക്കാരനല്ല. ഈ നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ആബിദാണ്, വലിയ മഹാനാണ്. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫുളൈൽ ഇബ്നുൽ ഇയാദ് തങ്ങളെ പോലെ റബ്ബിനെ പേടിച്ചു ജീവിക്കുന്ന ഒരാളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ ശർറ് കൊണ്ട് ധാരാളം തെറ്റു ചെയ്തു പോയവരായിരിക്കാം നാം, റബ്ബിനെ കുറിച്ച് ഓർമ്മിക്കാത്തവരായിരിക്കാം നാം. പക്ഷേ ഇന്നു മുതൽ അത് മാറണം. കാരണം വഅദ് കേട്ടാൽ നല്ല ഉപകാരമുള്ള വഅദാകണം. കേട്ടതുകൊണ്ട് അമല് ചെയ്യുന്നവരാകണം. കേട്ടതുകൊണ്ട് അമല് ചെയ്യാത്തവന്റെ ഹൃദയം നന്നാവൂല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 6 വിഭാഗക്കാരുണ്ട്. ആ 6 വിഭാഗക്കാരുടെ ദുആ റബ്ബ് കേൾക്കൂല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, 6 വിഭാഗക്കാരുണ്ട്, അവരുടെ ഹൃദയം ഒരിക്കലും നന്നാവൂല. 6 വിഭാഗക്കാരെ പറയാനുള്ള സമയമില്ല. അതിൽ ഒരു കൂട്ടരാണ് വയതഅല്ലമൂനൽ ഉലൂം. അവർ ധാരാളം അറിവ് നേടുന്നു, ധാരാളം വഅദ് കേൾക്കുന്നു. നാട്ടിലെ ഉസ്താദ് പറയുന്ന വെള്ളിയാഴ്ചയുടെ എല്ലാ വഅദിനും അവൻ സന്നദ്ധനാണ്. എത്ര നേരം വഅദ് കേൾക്കാനും റെഡിയാണ്, എത്ര മഹാന്മാരുടെ ഉപദേശവും കേൾക്കാനും റെഡിയാണ്. പക്ഷേ വലാ യഅമലൂന ബിഹാ, പഠിച്ചതുകൊണ്ട് അമല് ചെയ്യുന്നില്ല, പഠിച്ചതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല,
പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാത്ത ജനങ്ങളില്ലേ? ധാരാളം വഅദ് കേട്ടു, പക്ഷേ ആ വഅദ് കൊണ്ട് നാം എത്ര കാര്യം ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഇന്ന് നാം ഇത്ര വഅദ് കേട്ടില്ലേ? ഈ വഅദ് കേട്ടത് കൊണ്ട് നമുക്കെന്തു മാറ്റമാണ് സംഭവിച്ചു പോയത്? എപ്പോഴത്തെ പോലെ വന്നു വഅദ് കേട്ടു തിരിച്ചുപോയി, എന്നിട്ട് കിടന്നുറങ്ങി സുബ്ഹി നിസ്കാരം ഖളാ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യനാരാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് സഹോദരങ്ങളെ, കേട്ട വഅദ് പ്രാവർത്തികമാക്കുന്നവരാകണം, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാകണം. അങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തവരാണോ, നിങ്ങളുടെ ഹൃദയം നന്നാകൂല, നിങ്ങളുടെ ദുആഇന് ഉത്തരമില്ല, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും ശുദ്ധിയാവൂല. നാളെ പരലോകത്തിലെത്തിയ ചെയ്ത ഒരു അമലുകളും ഉപകാരം ചെയ്യൂല. ചെയ്യുന്ന പഠിച്ച അമലുകൾ, പഠിച്ച ഇൽമുകളെ കൊണ്ട് പ്രാവർത്തികമാക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തു തെറ്റു ചെയ്താലും റബ്ബ് പുറത്തു തരും. അവൻ ഗഫാറല്ലേ, അവൻ മാപ്പ് കൊടുക്കുന്നവനല്ലേ. ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്തവനല്ലേ. എത്ര ആൾക്കാർക്കാണ് അല്ലാഹു മാപ്പ് കൊടുക്കുന്നത്? എത്ര വലിയ ദോഷം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ കടുപ്പം ചെയ്തവനാണെങ്കിലും ആ റബ്ബ് മാപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹറാമു ചെയ്തു പോയില്ലേ, ആരും അറിയാതെ വന്നപ്പോ എന്റെ റൂമിന്റെ ഉള്ളിൽ എന്നെ ആരും കാണുന്നില്ല അല്ലേ, ആരും എന്നെ കളിയാക്കാനില്ല, എന്നെ പരിഹസിക്കാനില്ല, ഞാൻ എന്തു ചെയ്താലും ആരും അറിയാനില്ല. ആ റൂമിന്റെ അകത്ത് നിന്ന് നമുക്ക് ഹറാമു ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മെ കാണുന്ന റബ്ബുണ്ടെന്ന ബോധം വേണ്ടേ? ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്താപം പെടണ്ടേ? ആ റബ്ബിന്റെ മുമ്പിൽ ഒരു ദിവസമെങ്കിലും തൗബ ചെയ്യണ്ടേ? എത്ര വഅദുകൾ കേട്ടു നമ്മുടെ നാട്ടിന്റെ വെള്ളിയാഴ്ചകളിൽ, എത്ര വഅദ് കേട്ടു, എത്ര റമദാൻ പ്രഭാഷണങ്ങൾ കേട്ടു, എത്ര റബീഉൽ അവ്വൽ പ്രഭാഷണങ്ങൾ കേട്ടു. പക്ഷേ നമുക്കൊരു മാറ്റം വരുന്നില്ല, നമ്മുടെ ഹൃദയം മാറുന്നില്ല. നാളെ തൗബ ചെയ്യാം, നാളെ തൗബ ചെയ്യാം, നാളെ തൗബ ചെയ്യാമെന്ന് മാറ്റിവെക്കുകയാണ്. നാളെ ഞാൻ എഴുന്നേൽക്കുമെന്ന് എന്തു ഗ്യാരണ്ടിയാണ്? ഇവിടെ നിൽക്കുന്ന ഞാൻ താഴെ പോകുമെന്ന് എന്തു ഗ്യാരണ്ടിയാണ്? നമ്മളെ ഇന്ന് റൂഹ് പിടിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ധൈര്യമുള്ളവനാരാണ്? ഇന്ന് ഞാൻ ഈ നൃത്തത്തിൽ മരിച്ചുപോയാൽ ഞാൻ ഉറപ്പായും സ്വർഗം നേടുന്നവനാണെന്ന ചിന്തയുണ്ടോ? ഒരിക്കലും ധൈര്യമില്ലല്ലോ. കാരണം ഹറാമുകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് പെട്ടെന്ന് തൗബ ചെയ്തു മടങ്ങണേ, റബ്ബിനോട് മാപ്പ് പറയണേ. ആ അല്ലാഹു നമുക്ക് മാപ്പ് തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല തൗബ ചെയ്തു മടങ്ങുന്നവരാകണം. അല്ലാഹു തആല നമ്മളെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും ദിക്റ് ചൊല്ലുന്നവരാകണം. ആ റബ്ബിന്റെ ഓർമ്മകളെ മറന്നു പോകരുത്, ആ റബ്ബിനെ ഓർക്കുന്നതിൽ നിന്നും മാറിപ്പോകരുത്. മഹാനായ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനായ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു. വന്നിട്ട് പറയാണ്, അല്ലയോ മുസ്ലിം തങ്ങളെ, ഔസിനി യാ അബാ മുസ്ലിം, ഓ അബൂ മുസ്ലിം തങ്ങളെ, എനിക്കൊന്ന് വഅദ് പറഞ്ഞു തരണേ, എനിക്കൊന്ന് ഉപദേശം നടത്തണേ, എനിക്കൊന്നു നന്നാവണമെന്ന ആഗ്രഹമുണ്ട്. മുസ്ലിം തങ്ങളെ, എനിക്കൊരു വഅദ് പറഞ്ഞു തരണേ. സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ മുസ്ലിം തങ്ങൾ പറയാണ്, ഓ മനുഷ്യ, നീ ചെയ്യേണ്ട അമലെന്തറിയോ? ഉദ്കുരില്ലാഹ തആല തഹ്ത കുല്ലി ശജറത്തിൻ വമദറാ. എല്ലാ സ്ഥലത്തും നീ റബ്ബിനെ ഓർക്കുന്നവനാകണം. ഏത് സ്ഥലത്തു നീ പെട്ടുപോയാലും, ഏത് സ്ഥലങ്ങളിലാണെങ്കിലും, ഏതു മേഖലയിലാണെങ്കിലും, ഒറ്റ
ഒറ്റക്കുള്ള റൂമിലാണെങ്കിലും കുറെ ആളുള്ള സദസ്സിലാണെങ്കിലും ഭാര്യന്റെ കൂടെയുണ്ടാകുമ്പോഴാണെങ്കിലും ഉമ്മയുടെ കൂടെയാണെങ്കിലും ചങ്ങാതിമാരുടെ കൂടെയാണെങ്കിലും ചങ്ങാത്തം കൂടുമ്പോഴാണെങ്കിലും നീ നിന്റെ റബ്ബിനെ ഓർക്കണേ. എല്ലാ സമയത്തും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണേ. റബ്ബിനെ ഓർക്കണം എന്ന് പറയുന്നില്ലേ? ആ റബ്ബിനെ നീ ഒരു സമയത്ത് പോലും ഒഴിവാക്കി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നിന്റെ റബ്ബ് കാണുന്നുണ്ടെന്ന ബോധത്തിൽ നീ ഇബാദത്ത് എടുക്കുന്നവനാകണം. നാം എത്ര നിസ്കാരം നിർവഹിക്കുന്നു, എത്ര ദിക്റുകൾ ചൊല്ലുന്നു, എത്ര സ്വതക്കകൾ കൊടുക്കുന്നു, പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ ഈ നിലക്കുള്ള നിസ്കാരങ്ങളാകുന്നുണ്ടോ? നമ്മുടെ നിസ്കാരങ്ങൾ ഈ രൂപത്തിലുള്ള നിസ്കാരമാകുന്നുണ്ടോ? റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധത്തിലുള്ള നിസ്കാരം ആർക്കാണുള്ളത്? ആരാണങ്ങനെ നിസ്കരിക്കുന്നത്? എന്നിട്ട് വീണ്ടും നബി തങ്ങൾ പറയുന്നുണ്ട്, വഇല്ലം തകുൻ തറാ, നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും, നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ടേ, അവൻ നിന്നെ ദർശിക്കുന്നുണ്ടേ. നാം ഇവിടെ വഅദ് പറയുമ്പോ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടെന്ന ബോധം വേണ്ടേ? ജനങ്ങൾ കാണാൻ വേണ്ടി ഞാൻ വഅദ് പറഞ്ഞാൽ എന്റെ വഅദ് കൊണ്ട് എന്തു കാര്യമാണ്? ജനങ്ങൾ കാണുന്നുണ്ടെന്ന ബോധത്തിൽ വഅദ് കേൾക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ട വഅദ് കൊണ്ട് എന്തു കാര്യമാണ്? എന്തു അമല് ചെയ്യുകയാണെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട്. ആ റബ്ബ് എനിക്ക് പ്രതിഫലം തരണം, ആ റബ്ബ് എനിക്ക് സ്വർഗം തരണം, ആ റബ്ബ് എനിക്കെല്ലാം തരണം എന്നുള്ള ബോധത്തിൽ ഇബാദത്ത് എടുക്കണം. ഇനി വഇല്ലം തകുൻ തറാ, ആ റബ്ബിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ടേ, അവൻ നിന്നെ ദർശിക്കുന്നുണ്ടേ, അവൻ നിന്നെ വീക്ഷിക്കുന്നുണ്ടേ എന്നുള്ള ബോധത്തിലാകണേ നിന്റെ നിസ്കാരങ്ങള്, എന്നുള്ള ബോധത്തിലാകണേ നിന്റെ വഅദുകള്, എന്നുള്ള ബോധത്തിലാകണേ നിന്റെ സദഖകള്, എന്നുള്ള ബോധത്തിലാകണേ നിന്റെ സ്വലാത്ത് മജ്ലിസുകള്, എന്നുള്ള ബോധത്തിലാകണേ നിന്റെ വൈവാഹിക ജീവിതങ്ങള്, എന്നുള്ള ബോധത്തിലാകണേ നിന്റെ കൗടുംബിക ജീവിതങ്ങൾ. അല്ലാഹു അന്നലക്കുള്ള ജീവിതമാക്കി തരട്ടെ. ആ റബ്ബ് നമ്മെ കാണുന്നുണ്ടല്ലോ എന്ന ബോധം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് തിന്മകൾ ചെയ്യുക? ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള സ്മരണയെ നീ കയറ്റിവെക്കണം. അങ്ങനെ കയറ്റിവെച്ചാൽ നീ യഥാർത്ഥത്തിൽ വിജയിച്ചവനാകും. മഹാനായ മുസ്ലിം ഇബ്നുൽ ഖൗലാൻ തങ്ങളോട് എനിക്ക് വഅദ് പറഞ്ഞു തരണേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തോട് മഹാനവറുകൾ പറഞ്ഞത്, ഉദ്കുരില്ലാഹ്, എവിടെ പോയാലും റബ്ബിനെ നീ ഓർക്കുന്നവനാകണം. എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടെന്ന ബോധമുണ്ടാകണം. സുബ്ഹാനല്ലാഹ്. വഴിയിലേക്ക് ഇറങ്ങുമ്പോ മുടി മറക്കാതെ ഇറങ്ങുന്ന പെങ്ങളാണോ? സുബ്ഹാന ജല്ല ജലാലുഹു, എനിക്കിത്ര സുന്ദരമായ മുടി തന്ന റബ്ബ്, ആ റബ്ബ് നാളെ ആഖിറത്തിലെത്തുമ്പോ നിന്റെ ഓരോരോ മുടിയെ കാണിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ എന്തു പറയും റബ്ബേ എന്നുള്ള ചിന്തയുള്ളൊരു പെങ്ങൾക്ക് എങ്ങനെയാണ് മുടി തുറന്നിട്ട് നടക്കാൻ കഴിയുക? നിനക്കിത്ര സുന്ദരമായ മുഖം തന്നില്ലേ, ആ മുഖം നീ എന്തിന് അന്യപുരുഷന് കാണിച്ചു എന്ന് ചോദിക്കുമ്പോ അതിനുത്തരം പറയാൻ പറ്റുന്ന പെങ്ങളാണോ? ഒരിക്കലും അന്യപുരുഷന്റെ മുമ്പിൽ കടന്നു ചെല്ലൂല. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുന്നവനാകണം. പക്ഷേ ആ വന്ന വ്യക്തിക്ക് സമാധാനമാകുന്നില്ല. വീണ്ടും പറയാണ്, യാ അബാ മുസ്ലിം സിദ്നി, എനിക്കിത്ര മതിയാവൂല, ഈ വഅദ് കൊണ്ട് ഞാൻ നന്നാവൂല, എനിക്ക് ഇനിയും വഅദ് വേണം, ഇനിയും വഅദ് വേണം എന്ന് പറഞ്ഞപ്പോ മഹാനായ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ വീണ്ടും പറയാണ്, ഉദ്കുരില്ലാഹ തആല ഹത്ത
ഹത്താ യഹ്സബകന്നാസു മിൻ ദിക്രില്ലാഹി തആലാ മജ്നൂനാ. നീ നിന്റെ റബ്ബിനെ ഓർക്കണം. എത്രത്തോളം ഓർക്കണമെന്നറിയോ? ഞാൻ നീട്ടുന്നില്ല. എത്രത്തോളം നീ റബ്ബിനെ ഓർക്കണമെന്നറിയോ? ഹത്താ യഹ്സബകന്നാസു മിൻ ദിക്രില്ലാഹി തആലാ. ജനങ്ങൾ നിന്റെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കണ്ടിട്ട്, നിന്റെ അവസ്ഥ കണ്ടിട്ട് ജനങ്ങൾ വിചാരിക്കണം മജ്നൂന, ഇവൻ ഭ്രാന്തനാണോ എന്ന് വിചാരിച്ചു പോകണം. റബ്ബിനെ ഓർത്തുകൊണ്ട് ഭ്രാന്തായി പോയതാണോ? ഇവൻ എന്തേ ഭ്രാന്തനാണോ? പിരാന്തുള്ളവനാണോ? തലക്ക് വെളിവില്ലാത്തവനാണോ എന്ന് ചിന്തിക്കുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഓർക്കണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് റബ്ബിനെ ഓർക്കേണ്ടത്. നമ്മൾ മജ്നൂനാകുന്നത് പോയി ഒരു നേരം പോലും റബ്ബിനെ കുറിച്ച് ഓർത്തതായി നമുക്ക് പറയാനുണ്ടോ? സമയം അതിക്രമിക്കുകയാണ്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അങ്ങനെ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ആ വ്യക്തി അതാ ദിക്റ് ചൊല്ലാൻ തുടങ്ങുന്നു, റബ്ബിനെ ഓർക്കാൻ തുടങ്ങുന്നു. പിന്നീടുള്ള ജീവിതം മുഴുവനും റബ്ബിന്റെ ദിക്റിലാണ്. ഇങ്ങനെ ദിക്റിലാ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഇത് കണ്ടപ്പോ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇത് മജ്നൂനല്ലേ, ഇത് ഭ്രാന്തനല്ലേ, ഇത് ഭ്രാന്തനല്ലേ, എന്തു ഭ്രാന്തുകളിയാണ് ഇവൻ കാണിക്കുന്നത്. ഇതങ്ങ് കേട്ട മുസ്ലിം തങ്ങൾ പറയുന്നു, ലൈസ ഹാദാ ബിൽ മജ്നൂൻ, ഇവൻ ഭ്രാന്തനല്ല, യഥാർത്ഥത്തിൽ ഇവൻ ഭ്രാന്തനല്ല, മറിച്ച് വലകിൻ ഹാദാ ദവാഉൽ മജ്നൂൻ, ഭ്രാന്തനിക്കുള്ള മരുന്നാണ് കേട്ടോ. ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭ്രാന്തിനുള്ള മരുന്നാണ്. നാളെ ആഖിറത്തിലെത്തിയാൽ ഭ്രാന്തനെ പോലെ ഓടിക്കളിക്കേണ്ടി വരും കേട്ടോ. ആ സമയത്തേക്കുള്ള മരുന്നാണ് അദ്ദേഹം പറയുന്നത്. ദുനിയാവിൽ സന്തോഷമറിയാത്തത് കൊണ്ടല്ല, സമയം കളയാൻ എന്ത് സന്തോഷമാണ് അല്ലേ? ഹറാമുകൾ ചെയ്യാൻ എന്ത് രസമാണ്, തെറ്റുകൾ ചെയ്യാൻ എന്ത് സന്തോഷമാണ്. ഇതൊന്നും അറിയാതെയല്ലല്ലോ മഹാന്മാർ ജീവിച്ചത്. ഹറാമു ചെയ്യാൻ സുഖമാണ്, പക്ഷേ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകണം കേട്ടോ. സമയം അതിക്രമിക്കുകയാണ്, ഞാൻ നീട്ടുന്നില്ല. സഹോദരങ്ങളെ, നിർത്താൻ പോവുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നവരാകണം മഹാന്മാരങ്ങനെയല്ലേ? ഇൻഷാ അല്ലാഹ് ഈ നല്ല മജ്ലിസ് ഇവിടെ നടത്തുന്നുണ്ട്, എല്ലാ കൊല്ലവും നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. നല്ല സുന്ദരമായ രീതിയിലുള്ള മജ്ലിസ് അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ അല്ലാഹുവിനെ ഓർക്കുന്ന, നബിതങ്ങളെ സ്മരിക്കുന്ന ഈ മജ്ലിസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മജ്ലിസിന് വലിയ ചെലവുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഞാൻ ഓർത്തു. റിഫാഇയ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, നല്ലോണം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ബറക്കത്ത് അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നന്മകൾക്ക് സഹകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമായിരുന്നു. ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പിരിവ് നടത്താറുണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, ആരാണിന്ന് ഭക്ഷണം കൊടുക്കാൻ റെഡിയാകുന്നത്? ഇവിടെ പാവങ്ങളായ സ്വഹാബികളുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇന്ന് ആര് റെഡിയുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എഴുന്നേറ്റ് പറയുന്നുണ്ട്, 88 ആൾക്കാർ എന്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ ഭക്ഷണം കൊടുക്കാം. സ്വഹാബത്ത് ഉള്ളത് മുഴുവനും കൊടുത്തവരാണ്. അതുകൊണ്ട് നല്ല ചെലവുണ്ട്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് കുട്ടികൾ ബക്കറ്റുമായി വരും, നല്ല സഹകാരം കൊടുക്കണം. അല്ലാഹു ആ സദഖ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. റബ്ബിനെ ഓർമ്മയുള്ള ഹൃദയം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുകൊണ്ട് നല്ല സഹകാരം വേണം. മഹാന്മാരായ മുഅ്മിനീങ്ങൾ, അവരെ കുറിച്ച് പഠിക്കണ്ടേ? ആരാണ് മുഅ്മിനീങ്ങൾ? ഞാൻ നിർത്താൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ. അവസാനം ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്നമൽ
സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മജ്ലിസിന് കുടിക്കാൻ നല്ലൊരു പായസം കൊണ്ടുവന്നത് ഒരു ഉമ്മയാണ്. തന്റെ മകന്റെ പേരിൽ ആരെങ്കിലും ഒരാൾ കിട്ടിയിരുന്നുവെങ്കിൽ അയാൾക്കൊരു വഅദ് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ, ഒരു വഅദ് എനിക്ക് പറയാമായിരുന്നല്ലോ. ഇങ്ങനെ കടന്നു പോകുമ്പോ ആരെയും കാണാനില്ല, അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. അതാ കടന്നു വരുന്നൊരു കപ്പൽ യാത്രക്കാർ. ആ സമയത്ത് മഹാനായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ അഹ്ലസ് സഫീന, ഓ കപ്പൽ യാത്രക്കാരെ, ഞാനും നിങ്ങളെ കൂടെ വരാം. പക്ഷേ ആ കപ്പൽ യാത്രക്കാരാണെങ്കിലോ വല്ലാത്ത തിന്മയിലായി കടന്നു പോകുന്നവരാണ്. മദ്യം കുടിച്ചുകൊണ്ട് പോകുന്ന യാത്രക്കാരാണ്. കള്ള് കുടിച്ചുകൊണ്ട് ചാട്ടം ചാടിക്കൊണ്ട് ആണും പെണ്ണുമെന്ന വ്യത്യാസമില്ലാതെ കടന്നു പോകുന്ന കപ്പൽ യാത്രക്കാരാണ്. അവരെ അങ്ങ് നിർത്തി അവരെ കൂടെ പോയി അവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഉപദേശം പറയാമെന്ന ഉദ്ദേശത്തിൽ മഹാനായ ദിന്നൂനിൽ മിസ്രി ഉദ്ദേശിക്കുന്നു. ആ സമയത്തതാ അവർ കേറ്റുന്നു. അങ്ങനെ കപ്പലിൽ കയറിയ മഹാനായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടെ തിന്മകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് ആണ് എന്ന വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചീത്തയായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദിന്നൂനിൽ മിസ്രി തങ്ങൾ ഒരു മൂലക്ക് നിന്ന് ദിക്ർ ചൊല്ലുകയാണ്. ആ സുഖങ്ങളിലേക്കൊന്നും നോക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ഞാൻ ചുരുക്കട്ടെ, അവരെല്ലാം വിചാരിക്കുന്നു ഇയാളെ ഒന്ന് ചീത്തയാക്കിയെടുക്കണം. സുബ്ഹാനല്ലാഹ്, നല്ല ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ ചീത്തയാക്കിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ചില യുവാക്കൾ ഉണ്ടാകും. ഒരിക്കലും അരുത്. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കണമെന്ന് പറയുന്നത്. നല്ലവരുമായി നല്ലവരുമായി ബന്ധമേർപ്പെടുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ സർവ്വരോഗവും ശിഫയായി പോകുന്നു. അല്ലാഹു നന്നാക്കി തരട്ടെ. മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാരുണ്ട്, അവരെ ഇഷ്ടം വെക്കുന്നവരുണ്ടാകും. അവരുടെ പ്രയാസങ്ങളിൽ അവരെ സഹകരിക്കുന്നവരുണ്ടാകും. അതൊരിക്കലും വെറുതെയാവില്ല. നമ്മുടെ നാടിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ളവരാണ്. വഅദ് പറയുന്ന ഉസ്താദിനെ പോലെയല്ല, ഇന്ന് വന്ന് നാളെ പോകുന്ന ഉസ്താദിനെ പോലെയല്ല. നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പരിഹാരം തരാൻ ഈ പള്ളിയിൽ തന്നെ കുത്തിരിക്കുന്ന ഉസ്താദന്മാർ അവരൊരിക്കലും നിസാരമായി കാണരുത്. അല്ലാഹു തആല അവരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അങ്ങനെ നല്ലവരുമായി സ്നേഹബന്ധമുള്ളവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അതാ ദിന്നൂനുൽ മിസ്രി തങ്ങളെ ഒന്ന് ചീത്തയാക്കി എടുക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. ഞങ്ങളെപ്പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്, നല്ല സുന്ദരിയായ പെണ്ണാണ്. അവളോട് പറയുന്നു, നീ എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് ചീത്തയാക്കണം. ആ പെണ്ണ് കടന്നു വരുന്നു. ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് ദിന്നൂനിൽ മിസ്രി തങ്ങളുടെ മുമ്പിൽ നൃത്യം നടിക്കുകയാണ്, ഡാൻസ് കളിക്കുകയാണ്, നൃത്യം കാണിക്കുകയാണ്, നഗ്നത പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ റബ്ബിനെ കുറിച്ചൊരാളുടെ ഹൃദയമങ്ങ് കൈവരിച്ചു പോയാൽ പിന്നീട് അവർക്ക് പെണ്ണുങ്ങളെ കാണുന്നില്ല. ഈ നശ്വരമായ ഭൂമിലോകത്തിന്റെ സുഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അവർക്കൊന്നും കണക്കാകുന്നില്ല. മഹാനായ ദിന്നൂനിൽ മിസ്രി തങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക പോലുമില്ല. ഇത് കണ്ടപ്പോ ആ പെണ്ണിന് വാശിയേറുകയാണ്. ഇത്ര സുന്ദരിയായ പെണ്ണാകുന്ന ഞാൻ, ഈ കപ്പലിലുള്ള ഓരോരുത്തരും എന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ. വാശി കയറിയ പെണ്ണതാ വിളിച്ചു പറയുന്നു, അല്ല മനുഷ്യ, ഈ എന്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് മദ്യം ഇതെങ്ങാലും നീ കുടിച്ചാൽ, ഇത്ര നല്ല പാനീയം ലോകത്ത് വേറെയില്ല. ഇതങ്ങ് കുടിച്ചാൽ എന്റെ ശരീരം മുഴുവനും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും പറയാണ്, നിങ്ങൾ ഇത് കുടിച്ചാൽ എന്റെ ശരീരം മുഴുവനും നിങ്ങൾക്കു തന്നെ. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ ദിന്നൂനിൽ മിസ്രി തങ്ങൾ പറയുകയാണ്, അല്ല പെണ്ണേ, നീ
നീ പറഞ്ഞല്ലോ ഈ പാനീയത്തെക്കാൾ മധുരമുള്ള നല്ല പാനീയം വേറെയില്ല. പക്ഷേ ലോകത്ത് വെച്ച് അല്ലാഹു തആല ഏറ്റവും ബഹുമാനിക്കുന്ന വെള്ളം ഏതെന്നറിയോ? റബ്ബ് ഏറെ ഗൗരവം കൽപ്പിക്കുന്ന വെള്ളം എന്താണെന്നറിയോ? റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ള വെള്ളം എന്താണെന്നറിയോ? റബ്ബിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണീരുണ്ടോ? ആ റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരുകൾ നിനക്കുണ്ടോ? എന്നാൽ ആ വെള്ളത്തെക്കാൾ മാധുര്യമുള്ളൊരു വെള്ളം റബ്ബ് ദുനിയാവിൽ പടച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരങ്ങനെയാണല്ലോ, അവരല്ലേ ഉപദേശം നടത്തേണ്ടവർ. നമ്മളൊക്കെ എന്ത് വഅദ് പറയാനാണ്? വായയിൽ നിന്ന് വഅദ് പറയുന്നു, പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നില്ല. പക്ഷേ അവരുടെ വാക്കുകൾ എത്ര ശക്തമായിരിക്കും. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് തെമ്മാടിയായ സ്ത്രീയതാ വല്ലാതെ അങ്ങ് അട്ടഹസിക്കുകയാണ്. അല്ലാഹ് എന്നങ്ങ് അട്ടഹസിച്ചു പോവുകയാണ്. അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് കടലിലേക്ക് ഒരൊറ്റ ചാട്ടമാണ്. സുബ്ഹാനല്ലാഹ്. സമുദ്രത്തിന്റെ മധ്യത്തിൽ അങ്ങ് ചാടിപ്പോവുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ദിന്നൂനിൽ മിസ്രി തങ്ങൾ പറഞ്ഞില്ലേ, റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന കണ്ണുനീര് വേണം. എത്ര കൊല്ലമായി നാം ജീവിക്കുന്നു, പക്ഷേ നമ്മുടെ കണ്ണിൽ നിന്നൊരൽപ്പം കണ്ണുനീര് എന്റെ റബ്ബിന് വേണ്ടി നാം ഒരിക്കലെങ്കിലും ഒലിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വാർത്തെടുത്തിട്ടുണ്ടോ? ഒരു രാത്രിയെങ്കിലും റബ്ബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ആർക്കാണ് ധൈര്യമുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ശഫാഅത്ത് കിട്ടുന്ന 7 കൂട്ടക്കാർ, അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗക്കാർ. അതിലൊരു വിഭാഗമാണ് റജുലുൻ യദ്കുറുല്ലാഹ ഖാലിയാ. ഒറ്റക്കുണ്ടാകുമ്പോ റബ്ബിനെ ഓർക്കുന്നവനാണ്. ഒറ്റക്ക് രഹസ്യമായി ഉണ്ടാകുമ്പോ, ബെഡ്റൂമിൽ ഒറ്റക്കുറങ്ങുമ്പോ, ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോ, ആരും കാണാനില്ലാത്ത സ്ഥലത്ത് റബ്ബിനെ ഇങ്ങനെ ഓർക്കുന്ന ചെറുപ്പക്കാരനാണോ? എന്നിട്ട് അവന്റെ 2 കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാൻ തുടങ്ങുകയാണോ? എന്നാൽ നാളെ അർശിന്റെ തണലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തണലിൽ നമുക്കൊന്ന് ഒരുമിച്ച് കൂടണ്ടേ? ഈ വഅദ് കേട്ടുകൊണ്ട് നാളെയും ഇതേ രൂപത്തിലുള്ള ജീവിതമാണെങ്കിൽ നമുക്കെന്തു മാറ്റമാണ് കാണാനുള്ളത്? ഇങ്ങനെ വഅദ് കേട്ടു, രാത്രി മുഴുവനും വഅദ് കേട്ടു, പക്ഷേ വീട്ടിലെത്തിയപ്പോ നാം അത് മറന്നു പോവുകയാണെങ്കിൽ, നമുക്ക് റബ്ബിനെ ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്തിന് വഅദ് കേൾക്കണം സഹോദരാ? എന്തിന് ജീവിക്കണം സഹോദരാ? കേട്ട വഅദ് കൊണ്ട് ഉപകാരമുള്ളവരാകണം. റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരാകണം. ആ റബ്ബിനെ കുറിച്ച് ഓർത്ത് തൗബ നടത്തുന്നവരാകണം. അങ്ങനെ തൗബ നടത്തിയാൽ വല്ലാത്ത ഗുണമുണ്ട് കേട്ടോ. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ആ റബ്ബിനെ കുറിച്ച് ഓർക്കുന്നവരാകണം. മഹാനായ റബീഉ ഇബ്നുൽ ഹുസൈം റളിയല്ലാഹു അൻഹു ഒരു ദിവസം യാത്ര പോകുന്നതിനിടയില് ഇങ്ങനെ യാത്ര പോവുകയാണ് ചങ്ങാതിമാരെ കൂടെ. ഇങ്ങനെ യാത്ര പോകുമ്പോ അവിടെ ഇരുമ്പിന്റെ പണിക്കാരെ കാണുന്നു. നമുക്കറിയാം, ഇരുമ്പ് ചുടുന്നവരെ കണ്ടിട്ടില്ലേ? തീയിൽ വെച്ച് ഇരുമ്പ് ചുടുകയാണ്. ഇങ്ങനെ ഇരുമ്പ് ചുടുമ്പോ അതിന്റെ ഇങ്ങനെ തീക്കനലുകൾ ഇങ്ങനെ പാറുന്നു. ഇതങ്ങ് കണ്ടപ്പോഴേക്ക് മഹാനായ റബീഉ ഇബ്നുൽ ഹുസൈം റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോവുകയാണ്. യാത്രക്കാരായ ചങ്ങാതിമാർ കൊണ്ടുപോയി വീട്ടിലെത്തിക്കുന്നു. അതാ ബോധം തെളിഞ്ഞപ്പോ, എന്തിനാണ് റബീ നിങ്ങളിങ്ങനെ പേടിച്ചു പോയതെന്ന് ചോദിക്കുമ്പോ, നാളെ ആഖിറത്തിൽ ഇതിനേക്കാളും 70 ഇരട്ടിയുള്ള തീയുണ്ടല്ലോ, ആ തീയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാൽ ഈ റബീനെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? എന്ത് നിസ്കാരമാണ് റബീനിക്കുള്ളത്?
എത്ര സദഖയാണ് റബീഇനിക്കുള്ളത്, എത്ര ദിക്റുകളാണ് റബീഇനിക്കുള്ളത്. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റബീഅ് ഒന്നും ചെയ്തിട്ടില്ല. പറയുന്നത് റബീഅ് തങ്ങളാണ്. ലോകത്ത് വല്ലാത്ത സജ്ജനങ്ങളിൽപ്പെട്ട വലിയ മഹാനായ റബീഅ് ഇബ്നുൽ ഖുസൈം തങ്ങൾ ഇങ്ങനെ കരഞ്ഞു ജീവിക്കുന്ന, വല്ലാതെ കരഞ്ഞു ജീവിക്കുന്നയാളായിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ സുബ്ഹാനല്ലാഹ് അവിടത്തെ താടി രോമങ്ങൾ മുഴുവനും നനഞ്ഞു പോകുന്ന വിധത്തിൽ തേങ്ങി തേങ്ങി കരയുമായിരുന്നു. സഹാബത്ത് കേൾക്കുമായിരുന്നു, അല്ല ഉസ്മാൻ, നിങ്ങൾ ഖബർ കണ്ടാൽ പിഞ്ചുമക്കളെ പോലെ കരയുന്നത് എന്തിനാ? ഉസ്മാൻ തങ്ങൾ പറയാണ്, നരകത്തിൽ വീണാൽ അവിടെ എന്റെ കൂടെ കുറെ നരകവാസികൾ ഉണ്ടാകും. പക്ഷേ ഖബറിലേക്ക് പോയാൽ ഞാൻ ഒരുത്തൻ അനുഭവിക്കണ്ടേ, ഞാൻ ആ റബ്ബിന്റെ ശിക്ഷ അനുഭവിക്കണ്ടേ. ഇങ്ങനെയാണ് മഹാന്മാർ വിചാരിച്ചത്. ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്. അതുകൊണ്ട് നാം റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊരിക്കലെങ്കിലും ഒലിപ്പിക്കണം. റബ്ബിനെ ഓർത്ത് തൗബ ചെയ്യുന്നവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ മഹാന്മാരെ പോലെ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നീ ഹറാമാക്കിയതിനെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. സംഭാവനകളുണ്ടെങ്കിൽ ഒന്ന് മേലോട്ട് വന്ന് കയ്യിൽ തന്നു പോകണമെന്ന് സാധാ അറിയിച്ചിട്ടുണ്ട്. അവർ ചെയ്ത സദഖകളെ നീ അവരുടെ ഖബറിൽ നീ പ്രതിഫലം കൊടുക്കണം. അല്ലാഹ്, ഖബറിൽ വെച്ച് ഞാനന്ന് സദഖ കൊടുത്തത് എത്ര നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അവരെയും നമ്മയും നീ പെടുത്തിക്കളയണം റഹ്മാനേ. അല്ലാഹുവേ, നമ്മുടെ നീയത്ത് നന്നാവാത്തതിന്റെ പേരിൽ നമ്മുടെ സദഖകളെ നീ തള്ളിക്കളയല്ല അല്ലാഹ്. നമ്മുടെ നിസ്കാരങ്ങളെ നീ വലിച്ചെറിയല്ല അല്ലാഹ്. നമ്മൾ ചെയ്ത ചെറിയ ചെറിയ അമലുകളെ നീ ഒന്ന് സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നീ നമുക്ക് സ്വർഗം തരണം അല്ലാഹ്. റഹ്മാനേ, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെ ഖബറിലേക്ക് നീ നിന്റെ മിഥിര സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. നമ്മുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. തെറ്റ് ചെയ്ത കാരണം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു മരിക്കുന്നൊരു ദുരവസ്ഥ നീ നമുക്ക് നൽകരുത് അല്ലാഹ്. നാം ചെയ്ത പാപങ്ങളെല്ലാം ഈ രാത്രിയിൽ ഈ മജ്ലിസിൽ തന്നെ നീ മാപ്പാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, ഉമ്മ പെറ്റ ചെറിയ കുഞ്ഞുങ്ങളെ പോലോത്ത ഹൃദയമാക്കി മാറ്റണം അല്ലാഹ്. ഇത് നമ്മുടെ തൗബയായി സ്വീകരിക്കണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരു തിന്മയും നമ്മുടെ റെക്കോർഡിൽ നീ ബാക്കി വെക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഈമാനോടുകൂടെ സലാമത്താക്കണം റഹ്മാനേ. അന്ത്യം നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖബറിൽ രക്ഷപ്പെടുത്തണം റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ റബ്ബനാ ളലംനാ അൻഫുസനാ റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.